എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗ്രീൻ നോളജ് മിഷന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച ഓസ്കാർ അവാർഡിനെ പറ്റിയാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഏത്? ഓസ്കാർ എന്ന് പറയുന്നത്. അതായത് സിനിമയിലെ കലാപരമായ മികവിനുള്ള അവാർഡുകൾ. ഓക്കെ, 1929 മുതലാണ് നമ്മുടെ ഈ ഓസ്കാർ പുരസ്കാരങ്ങളൊക്കെ നൽകി വരുന്നത്. അതിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട 23 വിഭാഗങ്ങളിലാണ് ഓസ്കാർ പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത്തവണ 97ാമത്തെ ഓസ്കാർ പുരസ്കാരമാണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത്തവണത്തെ ഓസ്കാർ പുരസ്കാരത്തില് അവതാരകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അമേരിക്കൻ ടെലിവിഷൻ അവതാരകനായ കോനൻ ഒബ്രിയൻ ആണ്. അപ്പൊ ഇത്തവണത്തെ അവാർഡിന്റെ പ്രത്യേകത, അദ്ദേഹം ഇന്ത്യക്കാരെ ഹിന്ദിയിൽ അഭിവാദ്യം ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓസ്കാർ ചടങ്ങിൽ വെച്ചിട്ട് ഒരു അവതാരകൻ ഇന്ത്യൻ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രത്യേകത പറയാൻ വേണ്ടി നമ്മൾ കോനൻ ഒബ്രിയനെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പുരസ്കാരങ്ങളായിട്ട് നോക്കാം. ആദ്യം തന്നെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് അനോറ. ഏറ്റവും മികച്ച ചിത്രം, ഓസ്കാറിലെ ഏറ്റവും മികച്ച ചിത്രം ഏതാണ്? അനോറ. ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അനോറയാണ് ഏറ്റവും മികച്ച ചിത്രം. മികച്ച നടനായി തെരഞ്ഞെടുത്തിരിക്കുന്നത് അഡ്രിയാൻ ബ്രോഡിയാണ് ഏറ്റവും മികച്ച നടനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് ദ ബ്രൂട്ടലിസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിനാണ് പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. അതേപോലെ നടിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മിക്കി മാഡിസൺ. അനോറ എന്ന ചിത്രത്തിനാണ് മിക്കി മാഡിസന് പുരസ്കാരം കിട്ടിയത്. അതേപോലെ മികച്ച സംവിധായകൻ നമ്മുടെ അനോറ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ തന്നെയായ ഷോൺ ബേക്കർ ആണ്. അപ്പോൾ മികച്ച സംവിധായകൻ ഷോൺ ബേക്കർ. അതേപോലെ അദ്ദേഹത്തിന് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. ഓക്കെ, അപ്പോ ഇപ്പോഴത്തെ ഈ പുരസ്കാര വേളയില് മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ, മികച്ച ഫിലിം എഡിറ്റിംഗ് എന്നിങ്ങനെ 4 ഓസ്കാർ അവാർഡുകളാണ് ഈ ഷോൺ ബേക്കർ അനോറ എന്ന ചിത്രത്തിൽ നിന്ന് നേടിയിട്ടുള്ളത്. വാൾട്ട് ഡിസ്നിക്ക് ശേഷം 1954ലാണ് വാൾട്ട് ഡിസ്നിക്ക് ഈ പുരസ്കാരം കിട്ടുന്നത്. അതിനുശേഷം ഒരു വ്യക്തി 4 ഓസ്കാറുകളൊക്കെ നേടുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ അനോറയ്ക്ക് 5 പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. മികച്ച ചിത്രം, മികച്ച നടി, മികച്ച സംവിധായകൻ, മികച്ച തിരക്കഥ, അതേപോലെ മികച്ച ഫിലിം എഡിറ്റിംഗ് എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായിട്ട് അനോറയ്ക്കും മികച്ച അവാർഡ് ലഭിക്കുകയുണ്ടായി. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ. അതുകൂടാതെ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമായിട്ട് ഫ്ലോയും, മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമായിട്ട് ഇൻ ദ ഷാഡോ ഓഫ് ദ സൈപ്രസും, മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ ഫിലിമായിട്ട് നോ അതർ ലാൻഡും ഇടം നേടി. അതുപോലെ മികച്ച ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിമായിട്ട് ദ ഓൺലി ഗേൾ ഇൻ ദ ഓർക്കസ്ട്ര എന്ന ഒരു ഫീച്ചർ ഫിലിമും പുരസ്കാരം നേടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിനകത്ത് ഓസ്കാറിലെ പ്രധാന പുരസ്കാരങ്ങൾ. ഓക്കെ, പിന്നെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് ഇത്തവണ ആടുജീവിതം നമ്മുടെ പ്രൈമറി ലിസ്റ്റിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഓസ്കാർ പുരസ്കാരത്തെ പറ്റി പറയാനുള്ളത്. അപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഓസ്കാർ പുരസ്കാരം. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക് യു. പറയാനുള്ളത്, നമ്മുടെ യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ മാർച്ച് മാസം 17ാം തീയതി മുതലാണ് അത് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. സിവിൽ എക്സൈസ് ഓഫീസറാണ് ആദ്യം മെയ് മാസം നടക്കുന്നത്. 10 മിനിറ്റുള്ള ക്ലാസ് ആണ് ആദ്യം തുടങ്ങുക. ഏപ്രിൽ മാസത്തിലായിരിക്കും CPOയുടെ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുക. അപ്പോൾ CPO അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ എഴുതുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, കാരണം ഫുൾ കോഴ്സിന് കിട്ടത്തില്ല. കാരണം നമ്മുടെ റെഗുലർ കോഴ്സുകളൊക്കെ അഡ്മിഷൻ എല്ലാം തീർന്ന് ക്ലാസ്സുകളും ഏകദേശം ഒരു 60% മുകളിൽ പോർഷൻ ഇപ്പൊ തന്നെ കവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാ, ഇനിയുള്ളത് സ്പെഷ്യൽ ടോപ്പിക്കാണ് അവർക്ക് നമ്മൾ തുടങ്ങാനുള്ളത്. അപ്പൊ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിന് പുറത്തുള്ള ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരോടൊപ്പം നിങ്ങൾക്ക് പങ്കെടുക്കാം. എക്സൈസ് ഓഫീസറുടെ ആണെങ്കിൽ രാവിലെ 6 മുതൽ 7 മണി വരെയും, CPOയുടെ ക്ലാസ്സുകളാണെങ്കിൽ രാത്രി 10 മണി മുതൽ 11 മണി വരെ ആയിരിക്കും നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുക. കാരണം നമ്മുടെ എല്ലാ കോഴ്സും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് കോച്ചിങ് സെന്ററിൽ പോകാൻ പറ്റാത്തവർക്ക് ഒരു അവസരം എന്ന രീതിയിലാണ് നമ്മളുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെ വളരെ ഉപയോഗപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക്